അറസ്റ്റിലായ മുരാരി ബാബുവുമായി അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. കോടതിയിലേക്ക് ഇന്ന് തന്നെ ഹാജരാക്കിയേക്കുമെന്ന സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിനു മുൻപ് പൂർത്തിയാക്കേണ്ട നടപടി അത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ മുരാരി ബാബുവിനെയും കൊണ്ടുള്ള വാഹനം എവിടേക്ക് എത്തിയിട്ടുണ്ട്? വാഹനം ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യപരിശോധന ആശുപത്രിയിൽ ഉണ്ടാകും. ഒരു ഡോക്ടർ നേരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നു പോയെങ്കിലും അത് വൈദ്യപരിശോധനയ്ക്കല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു വിശദമായ പരിശോധന ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാവാം ഒരുപക്ഷെ ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തും, വൈദ്യപരിശോധന പൂർത്തിയാക്കും, നേരെ ഇവിടെ നിന്നും റാന്നിക്ക് പോയി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വാഹനം ജനറൽ ആശുപത്രിയിലേക്കും വാഹനം. അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുരാരി ബാബുവുമായിട്ടുള്ള വാഹനം ഇപ്പോൾ ജനറൽ ആശുപത്രി റോഡിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നു. അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് മുരാരി ബാബു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയുടെ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുരാരി ബാബുവിനെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുരാരി ബാബു പ്രതികരിച്ചില്ല. നിർണായകമായ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നു. അതിനുള്ള നീക്കങ്ങളൊക്കെ നേരത്തെ തന്നെ SIT സംഘം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള തെളിവുകൾ, ദേവസ്വം ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ശേഖരിച്ച തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ SITയുടെ അന്വേഷണങ്ങളിലൊക്കെ തന്നെ വലിയ റോളാണ് 2019 അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നിർവഹിച്ചത് എന്ന് മനസ്സിലായി. പിന്നാലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി ഈ കേസിൽ മുരാരി ബാബു മാറുകയും അറസ്റ്റിന് വിധേയമാവുകയും ചെയ്തിരിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ നൽകും വിവരങ്ങൾ. അമൽ, ഇപ്പോൾ വൈദ്യപരിശോധന ജിബിനാണ് വിവരങ്ങൾ നൽകാൻ തരുന്നത്. ജിബിൻ, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. എന്ത് ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്? പ്രജീഷ്, അല്പസമയം മുൻപാണ് മുരാരി ബാബുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. എത്തിക്കുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചൊന്നും തന്നെ അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നു. ഇപ്പോൾ നേരെ വൈദ്യപരിശോധനയ്ക്കായി ഒപ്പിലേക്ക് കയറി. അവിടെ മുരാരി ബാബുവിന്റെ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് എന്ന് മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നത്. ഇവിടെ നിന്ന് റാന്നി കോടതിയിലേക്കാണോ അതോ തിരികെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്കാണോ മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇനി വൈദ്യപരിശോധന കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഈഞ്ചയ്ക്കയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് ഇറക്കിയ സമയം മുതൽ തന്നെ പോലീസ് നാടകീയത സൂക്ഷിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നത്, വൈദ്യപരിശോധനയ്ക്കാണോ അതോ നേരെ റാന്നിയിലേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവ്യക്തത തുടരുകയായിരുന്നു. പോലീസ് സാധാരണഗതിയിൽ ചാക്കയിൽ നിന്ന് ഈ ഈഞ്ചയ്ക്കയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് ചാക്കയിൽ നിന്ന് റൈറ്റ് എടുത്താണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇന്ന് പതിവ് തെറ്റിച്ച് ചാക്കയിൽ പോയി അവിടെ നിന്ന് U-ടേൺ എടുത്താണ് ഈ ജനറൽ ആശുപത്രിയിലേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഈ വൈദ്യപരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മുരാരി ബാബുവിനെ വൈദ്യപരിശോധന പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ്. കാരണം ഈ കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആളാണ് മുരാരി ബാബു. പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് മുരാരി ബാബു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 2 കേസുകളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസിലും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റുള്ളവരെല്ലാം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ആ കാലത്തിലെ ജീവനക്കാരുമായിരുന്നു. ഈ മുരാരി ബാബു എന്ന് പറയുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഈ 2019 അവിടെ നിന്ന് ആദ്യം സ്വർണ്ണപ്പാളി പുറത്തേക്ക് പോകുന്ന സമയത്ത്, ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ചെമ്പപാളിയാണെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയെന്നുള്ള കാര്യമൊക്കെ മുരാരി ബാബുവിനെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഏറ്റവും നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോട് കൂടിയാണ് കോട്ടയത്ത് നിന്ന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് എങ്ങോട്ടേക്കാണ് മുരാരി ബാബുവിനെ കൊണ്ടുപോയതെന്നും തന്നെ ആ സമയത്ത് വ്യക്തമായിരുന്നില്ല. ഇന്നാണ് ഈ മുരാരി ബാബുവിനെ ഇഞ്ചയ്ക്കയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്കാണ് എത്തിച്ചതെന്നുള്ള കാര്യം പുറത്ത് ലോകം അറിയുന്നത്. പിന്നീടാണ് മുരാരി ബാബുവിന്റെ സുഹൃത്തും ഭാര്യയും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതുകൊണ്ടായി അവരുടെ പ്രതികരണം നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും മുരാരി ബാബുവിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് രാവിലെ തന്നെ ഈ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന
പരിശോധന പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ റാന്നിയിലെ കോടതിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരങ്ങൾ തന്നെ. പക്ഷേ ഈ 3:30 അടുക്കുകയാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. 3:15 കൂടിയാണ് മുരാരി ബാബുവിനെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതും. അല്പസമയം മുൻപ് ഏകദേശം ഒരു 4 മിനിറ്റ് മുൻപാണ് വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വൈദ്യപരിശോധന കഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് മുരാരി ബാബുവിനെ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ജിബിൻ, എന്തായാലും വൈദ്യപരിശോധന നടപടികളൊക്കെ പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഇനി കോടതിയിലേക്ക് ഒരു പക്ഷേ ഇന്ന് തന്നെ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ അതിവേഗത്തിൽ നൽകുമോ? പോറ്റിയുടെ കേസ് നമ്മൾ കണ്ടതുപോലെ തന്നെ, അതല്ല ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മറ്റൊരു ദിവസത്തെ കസ്റ്റഡി നൽകാനാണോ തീരുമാനം? ഇന്ന് അതല്ല, കോടതിയിൽ ഹാജരാക്കാതെ നാളെ മറ്റൊരു ദിവസം ഹാജരാക്കുകയാണോ, നാളെ മറ്റോ ഹാജരാക്കുകയാണോ ചെയ്യുക? ഇതൊക്കെ ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തൊക്കെയായാലും ശരി, ഈ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. അന്വേഷണവുമായിട്ടൊക്കെ മുരാരി ബാബു സഹകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മുരാരി ബാബു ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് തന്നെ, വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ മുരാരി ബാബുവിന്റെ പ്രതികരണം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല സമയത്ത് വൈദ്യപരിശോധനയ്ക്കായി പുറത്തെത്തിക്കുന്ന സമയത്തും കോടതിയിൽ എത്തിക്കുന്ന സമയത്തൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒന്നും പറയാനില്ല, എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിരുന്നു. പക്ഷേ മുരാരി ബാബു ഈ ഘട്ടം വരെയും ഇതുവരെയും ഒരു പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് മുരാരി ബാബുവിൻ്റെതാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം ആ കാലഘട്ടത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, സ്വർണ്ണപ്പാളി എവിടെയാണ്, അവിടെ നിന്ന് മാറ്റി സ്വർണ്ണം അതിൽ നിന്ന് വേർതിരിച്ചെടുത്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ഒറിജിനൽ സ്വർണം അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് പോലും ഒരു കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള മുരാരി ബാബുവിനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതാണ് ഇനി അറിയേണ്ടതും. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 11:30 കൂടി ഈ മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഇഞ്ചേക്കയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെയ്തിരുന്നതാണ്. മുരാരി ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളെല്ലാം തന്നെ റെഡിയാക്കി അവിടെ സ്റ്റാർട്ട് ചെയ്തിടുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് അന്വേഷണ ചുമതലയുള്ള എച്ച് വെങ്കടേഷ് കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അതാണ് നിർണായകമായത്. അതായത് എച്ച് വെങ്കടേഷ് കൂടി എത്തിയ ശേഷമാണ് വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലാണ് 3:15 മണി വരെ നീണ്ടുനിന്ന്. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി 3:15 കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇനി ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ച് ഇഞ്ചക്കയിലെ ഓഫീസിലേക്ക്, ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി അന്വേഷണ ചുമതലയുള്ള അന്വേഷണ മേലുദ്യോഗസ്ഥനായിട്ടുള്ള എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ, അതോ ഇന്ന് തന്നെ റാന്നിയിലെ കോടതിയിൽ കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അധികം സമയം എടുക്കില്ല, ഉടൻ തന്നെ പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ ജിബിൻ? അതന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വൈദ്യപരിശോധനയുടെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുരാരി ബാബുവിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ ഇവിടെ മറ്റ് താമസങ്ങളുമില്ലാതെ, ഈ ഒ പിയിൽ കാത്തു നിൽക്കുന്ന അവസ്ഥയൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് ഒ പിയിലേക്ക് കയറ്റിക്കൊണ്ട് വൈദ്യപരിശോധന ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ BP പ്രഷറൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോട് കൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്കിപ്പോൾ സാധാരണ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്കറിയാൻ സാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഈ ഒ പിയുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോഴും സജ്ജമാക്കിയിട്ടിരിക്കുകയാണ്, വാഹനങ്ങൾ ഓണാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ മുരാരി ബാബുവിനെ എങ്ങോട്ടേക്കാണ്, റാന്നിയിലേക്ക് കൊണ്ടുപോകുമോ അതോ ഇഞ്ചക്കയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമോ, റിമാൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരികയുള്ളൂ. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പനിയുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നേരത്തെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി എന്താണെന്നുള്ള കാര്യം വ്യക്തമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ BP അങ്ങനെയുള്ള സാധാരണഗതിയിലുള്ള അടിസ്ഥാനപരമായ പരിശോധനകൾ നടത്തിയ ശേഷം ഏകദേശം ഒരു 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ പുറത്തേക്ക് ഇറക്കുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ മുരാരി ബാബുവിന്റെ പരിശോധന ഇപ്പോൾ 5 മിനിറ്റ് പിന്നിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു പരിശോധന നടക്കുന്നു. ഇതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മുരാരി ബാബുവിനെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം ഈ 2019 ശ്രീകോവിലിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ 2 കിലോയോളം സ്വർണ്ണം കവർന്നെന്ന കേസിലാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ 2ാം പ്രതിയായി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്തെ ഓഫീസർ കൂടിയായിരുന്നു, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ പങ്ക് എന്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്താണ്, മുരാരി ബാബു എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്, മുരാരി ബാബുവിനെ അറിയാവുന്ന കാര്യങ്ങൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർത്തിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ കൂടി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതും കൂടിയുണ്ട്. പ്രജീഷ്.
ജിബിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുരാരി ബാബുവാണ്. മുരാരി ബാബു എന്ന് പറയുമ്പോൾ 2019 മുതൽ ആ ശബരിമലയിലെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിലനിന്നിരുന്ന കാലഘട്ടമാണ്. ചെമ്പുപാളി എന്ന് എഴുതി ചേർത്ത് കൊടുങ്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയും അതിൽ പങ്കാളിയാവുകയും ആസൂത്രണം നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് എന്ന് SITക്ക് ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുരാരി ബാബു നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് പെരുന്നയിൽ നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നു. ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് ആരോഗ്യാവസ്ഥ. സ്വാഭാവികമായും അത് എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഔദ്യോഗികമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈദ്യപരിശോധന എന്നത്. വൈദ്യപരിശോധനയിൽ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ ഡോക്ടർമാരോട് പറയാം. ഡോക്ടർമാർ ചോദിക്കും. BP ഉൾപ്പെടെയുള്ള പ്രാഥമികമായിട്ടുള്ള മറ്റ് ആരോഗ്യ പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നറിയില്ല. ഇപ്പോൾ മുരാരി ബാബുവിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുരാരി ബാബു പ്രതികരിച്ചില്ല. അങ്ങനെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ്.